ഒന്നിങ്ങോട്ട് വന്നേ. എന്താ നിന്റെ ഉദ്ദേശം? ഇന്നലെ വരെ അവള് ചെയ്തതൊക്കെ നീ മറന്നാ? ഒറ്റ നിമിഷം കൊണ്ട് മറക്കാൻ പറ്റുമോ അതൊക്കെ? കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ മറക്കണം. എന്നാൽ ഏട്ടന്റെ ഈ ഒരു മാറ്റം എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല ഏട്ടാ. നാളെ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ദീപ ഒരു കാര്യം പറഞ്ഞാ അഞ്ജുന് കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ കേൾക്കാതിരിക്കും. പക്ഷെ എനിക്ക് പറ്റില്ല. നാളെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. അമ്മ ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം. അമ്മ, ഏട്ടൻ അവരുടെ വലയത്തിലായി. ഇനി ഒഴിക്കിട്ടാൻ പാടാ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അഞ്ജു. ഞാൻ ഒരിക്കൽ കൂടി പറയാം, അമ്മ സൂക്ഷിച്ചോ. എന്നാൽ ഇത്ര പെട്ടെന്ന് തൻ്റെ മനസ്സൊക്കെ മാറി താൻ അവിടെ ജോലിക്കൂടൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. നാളുത്തരൊക്കെ പറഞ്ഞല്ല വക്കീലെ. ഞാനത് ചെയ്യണ്ടേ? അല്ലെങ്കിൽ അവള് പറഞ്ഞ പോലെ അവള് ഓർഫനേജിൽ പോയാലോ? ഇങ്ങനെ പ്രശ്നം തീരുകയാണെങ്കിൽ അങ്ങ് തീരട്ടെ. ആ, തൻ്റെ ജീവിതം താൻ തീരുമാനിക്കുന്ന പോലെ. അപ്പം എങ്ങനെയാ, കേസൊക്കെ പിൻവലിക്കല്ലേ? പിൻവലിക്കാൻ വക്കീലെ. അത് ഞാൻ പിൻവലിക്കാം. പക്ഷെ തനിക്ക് ആ സുധാകരൻ്റെ അവസ്ഥ ഉണ്ടാവാതിരുന്നാൽ മതി. സുധാകരന്റെ അവസ്ഥ എനിക്ക് മനസ്സിലായില്ല. ഒന്നുമില്ലടൂ, ഞാൻ വെറുതെ പറ, എന്താണ് പ്രശ്നം? ഒന്നുമില്ലെന്നേ, ഞാൻ വേറൊരു കാര്യം ആലോചിച്ചാ. പോട്ടെ, സാരമില്ല. പറ വക്കീലെ. എൻ്റെ പഴയൊരു ക്ലൈൻറ്റാ സുധാകരൻ. തൻ്റെ അതേ അവസ്ഥയാണ്. എൻ്റെ അതേ അവസ്ഥ എന്നുവെച്ചാൽ ഇതുപോലെ സുധാകരൻ്റെ 2 മക്കളും കൂടെ ചേർന്ന് കേസൊന്നും വേണ്ടെന്നും പറഞ്ഞ് കോംപ്രമൈസാക്കി. അതിനുശേഷം ഈ സുധാകരൻ ഭാര്യയ്ക്ക് കണ്ടമാന സ്വാതന്ത്ര്യം കൊടുത്തു. ഏതോ പ്രൈവറ്റ് കമ്പനിയിൽ ഒരു ജോലിയും മേടിച്ചു കൊടുത്തു. ജോലിക്ക് പോയതേ ഓർമ്മയുള്ളൂ, പിന്നെ തിരിച്ചു വന്നിട്ടില്ല. എങ്ങനെ മരിച്ചു? മരിച്ചതൊന്നല്ലടോ, ഒളിച്ചോടി പോയി. ആരുടെ കൂടെ? അവളുടെ ബോസിന്റെ കൂടെ, അല്ലാതെ ആരുടെ കൂടെ? അത് കഴിഞ്ഞ് വീണ്ടും അയാൾ കേസിന് പോയി. എന്നിട്ട് ഡിവോഴ്സ് മേടിച്ചു. ഇതൊക്കെ ഞാനൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. താൻ കഴിക്കും. Rega, rega,